മുല്ലശ്ശേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് മോഷണ ശ്രമം. തിരുനെല്ലൂർ ഇടിയഞ്ചിറ കിഴക്കേക്കര ബണ്ടിനു സമീപം താമസിക്കുന്ന വൈശ്യം വീട്ടിൽ മുഹമ്മദ് ഉണ്ണിയുടെ ഭാര്യ 58 വയസ്സുള്ള ഷെരീഫയുടെ നേരെയായിരുന്നു അതിക്രമം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് ഷെരീഫയുടെ കണ്ണിൽ മുളകുപൊടി എറിയുകയായിരുന്നു. ശേഷം മാല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി. മാല ലഭിക്കാതെയായപ്പോൾ കാതിലെ കമ്മൽ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. ശ്രമത്തിനിടയിൽ കാത് മുറിഞ്ഞിട്ടുണ്ട്. വീട്ടമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് അയൽവാസികൾ എത്തുകയായിരുന്നു. മുഖത്ത് മാസ്കും തൊപ്പിയും ധരിച്ചയാളാണ് ആക്രമിച്ചതെന്ന് ഷെരീഫ പറഞ്ഞു. ഇവിടെ വാതിൽക്കാൻ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെല്ലാം കുറേ നേരം നോക്കി നിന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം കൂടി അങ്ങനെ പ്രസ് കാണും. അങ്ങനെ അവനെന്നെ തള്ളി പിന്നെ കഴുത്തിൽ കാണും. കറുപ്പായത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കഴുത്തിൽ പിടിച്ച് വലിക്കണം. ഇങ്ങനെ ഞാൻ വീണ് അവനിങ്ങനെ വലിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഇറങ്ങിപ്പോയി. ഞാൻ നിലവിളിക്കുന്നു, നന്നായി നിലവിളിക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ അടുത്ത വീട്ടിലെ പെൺകുട്ടി വരുന്നത്. അപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഇറങ്ങി നോക്കിയത് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ നോക്കേ. അങ്ങനെ കാണാതായപ്പോൾ പിന്നെ വീണ്ടും കയറി വന്നിട്ട് കാതിക്കുക കമ്മൽ മാല ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ എൻ്റെ കഴുത്തിൽ. ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് കമ്മൽ അതും കിട്ടിയില്ല, അത് പൊളിഞ്ഞു മാത്രമേ. മാസങ്ങൾക്ക് മുൻപ് സമീപത്തെ വീട്ടമ്മയുടെ 2.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചിരുന്നു. അതിന്റെ അന്വേഷണവും ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. വീടിന് സമീപമുള്ള മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗ്രൗണ്ടിൽ രാത്രിയും പകലും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചുവരുന്നതായി നാട്ടുകാർ പറഞ്ഞു. അത് തടയുന്നതിനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പാവറട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്.